നമസ്കാരം. ജി സുധാകരൻ ഇപ്പോൾ CPM-ന്റെ കണ്ണിലെ കരടാണ്. പിണറായി വിജയൻ ജി സുധാകരനെ പറ്റി പറഞ്ഞ എന്തായിരുന്നു? ചെറ്റ എന്നായിരുന്നു. അതിനർത്ഥം അത്രയ്ക്കും പിണറായി വിജയന് ജി സുധാകരൻ വലിയ ഒരു കരടായി മാറിയിരിക്കുന്നു. CPM നിന്ന് അദ്ദേഹം മാറി സ്വതന്ത്രനായി ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ ചെറ്റ എന്ന് വിളിച്ചത്. അതേ നാണയത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചു. ചെറ്റക്കുടിലുകളുള്ള ആളുകളെല്ലാം ചെറ്റകളാണ് എന്നാണ് പിണറായി വിജയൻ കരുതിയിരിക്കുന്നത്. ഇനി എന്ത് പറയാൻ, അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. ഈ സംസ്കാരമാണ് ഇപ്പോൾ CPM-നെ വല്ലാതെ ആടി ഉലയിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജി സുധാകരൻ CPM-നെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നാണ്. കൈകാര്യം ചെയ്യുന്ന കൊല്ലുക എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നാസറാണ് എന്നാണ് ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരൻ ആലപ്പുഴയിൽ CPM-ന് ബോംബിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ CPM-ന് ബോംബിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. അവിടെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് കൊടുക്കുന്ന DYFIയുടെ ചില കുൽസിത പരിപാടികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ആ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് ശരിയല്ല, പകരം പുറമേ നിന്ന് ഉണ്ടാക്കി അവിടെ വന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നത് തെറ്റല്ല എന്നാണ്. ഈ കൈരളി ചാനലിൻ്റെ ആളോട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, താനൊന്ന് പോയി പോടോ എന്നാണ് പറഞ്ഞത്. ഇത്രയും കള്ള വാർത്തകൾ കൊടുത്ത് എന്നെ മോശക്കാരനാക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കില്ല. നീ ഒരു വർഗീയവാദി ആയിരുന്നില്ലേ മുമ്പ്, ഇപ്പോൾ CPM-ൻ്റെ ആളായി മാറിയിരിക്കില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ആ സംഭാഷണം ഒന്ന് നമുക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ വേറെ ജോലി വല്ലതും നോക്കാൻ ഇലക്ഷൻ വണ്ടി പിരിക്കുന്ന അഴിമതികാരമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. നിങ്ങൾ എവിടെയാ പറയുന്നത്? ഇലക്ഷന് ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക, അഴിമതികാരമാണ്. ഞാനിത് എസ്സലാമിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് എന്നോട് ചോദിക്കേണ്ടത്? ആണോ? ഇവിടെ പറഞ്ഞു മുൻ MLA ആണ്. ഒക്കെ ഏറ്റു പറയുന്ന ഈ പർപ്പലമായിട്ട് ഇതൊക്കെ സുമുഖിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്കാരി ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് പോട്ടെ. എപ്പോഴും എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നതിന് ഒരു വർഗീയവാദി അല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോവാൻ പറഞ്ഞ താൻ പൊക്കോളം പറഞ്ഞില്ല പാർട്ടിക്കാരന്. ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ഇതാണോ പത്രക്കാരൻ? ഞാൻ സംസാരിച്ചല്ലോ, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ടത്? പഴക്കോട്ടൊക്കെ വന്നിരിക്കുക എന്തല്ലേ? ഇന്നലെ അവിടെ കാണിച്ച പോക്ക് തന്നെ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖന ഓർത്തോണം. ഇപ്പൊ പറഞ്ഞല്ലേ? പിന്നെന്താ പറഞ്ഞത്? ഇതുമായിട്ട് ബന്ധം. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? താൻ എന്നോട് ചോദിച്ചില്ലല്ലോ. താൻ കമന്റ് അടിച്ചല്ലേ ചെയ്ത്? താൻ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എന്താന്ന് ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് വന്നേക്കത് മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള എഴുതിയോ? താൻ MLA, തന്റെ MLA ഒന്നും അല്ല ഞാൻ. തന്റെ MLA അല്ല, അമ്പലപ്പുഴ MLA തന്റെ ഔദാര്യമാണ്. നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വോട്ട് ചെയ്താലാണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? വേണ്ട ഷാജഹാനെ, വേറെ വല്ല പണിയും പോയി നോക്കിയല്ലേ? ഏജൻസി പണിയൊന്നും വേണ്ട. കാര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. നിർത്തി, നിങ്ങളുമായിട്ടുള്ള നിർത്തി. നിങ്ങൾ അതുകൊണ്ട് സലാമിന്റെ അല്ലോ പിന്നെ ഒന്നും വേറെ എന്നോട് ചോദിക്കണ്ട. ഞാൻ അതൊന്നും പറയാൻ ബാധ്യത സ്ഥലം വേറെ വല്ലോടെ ചോദ്യം. സാറേ, കഴിഞ്ഞ ദിവസം സാറിന്റെ പ്രസംഗത്തില് സാറ് പറഞ്ഞു വരുന്ന ഒരു സാധനം, ഈ ഭക്ഷണം വിതരണം, അത് വെറുതെയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും ഭക്ഷണം പാചകം ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് ഇവിടെ ഇതാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആരും പാചകമൊന്നും ചെയ്യാറില്ല. മാനവം പിടിച്ചിട്ട് ഓരോ കക്ഷിക്കാരും അത് പാടില്ല. വെളിയിൽ ഭക്ഷണം പാചകം ചെയ്യണം. അവിടെ ഭക്ഷണം ആരെ വാഹനം ഇല്ലെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാൻ ഭക്ഷണം ഇല്ലാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു തരത്തിൽ എഡിറ്റ് ചെയ്ത് ആരും കൊടുത്തതാണ്. ഞാൻ പറഞ്ഞതല്ല. ഭക്ഷണം കൊടുക്കണം ആരെങ്കിലും പറയുമോ? അതെ,
സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അല്ല, നിങ്ങളുടെ കരുതുന്നുണ്ടല്ലോ. അപ്പൊ അത് ആരോ ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ട് മുതൽ അവിടെ ഷെഡും കെട്ടിയിട്ട് പാചകം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാണോ? വേറെ കേരളത്തിലൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സിവിൽ സംസ്കാരം പാലിക്കണമെന്നേ പറഞ്ഞു. ഭക്ഷണം കൊടുക്കാം, വെളിയിൽ അവരവരുടെ റൂമെടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ പാചകം ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അത് വേണമെന്നാ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് മത്സരിച്ച് വൃത്തികേട് കാണിക്കുന്നതെന്നാ പറഞ്ഞത്. അതൊരു പൗരന്റെ കടമയാണ്, ഞാൻ ജനപ്രതിനിധിയാണ്. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ സാറ് സ്കൂളിൽ നിർത്തുന്ന സ്കൂളിൽ വന്നപ്പോൾ സാറിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു വരുത്തുന്നത് സാറിനെതിരായിട്ടുള്ള മോശമായ ആരോപണങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. അത്തരം ആരോപണങ്ങൾ ഈ പറഞ്ഞു വരുത്തുന്നതിന് സാറിന് ഈ ഒരു മോശം ഇത് പറഞ്ഞു വരുത്തുമ്പോൾ സാർ അതിൽ ഒരു പ്രതികരണം നമ്മൾ ചോദിക്കുന്നത് ഇല്ല. എന്ത് മോശപ്പെടുത്താനാണോ നമ്മുടെ അത് മോശം? അവിടെ നടന്ന കുഴപ്പങ്ങളെ പറ്റി അന്വേഷിക്കാൻ വന്ന MLA തടഞ്ഞു വെച്ചെന്നല്ലേ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സാർ പരാതി കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിയാണ് 9 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. 9 LDF മെമ്പർമാരെ കൂട്ടിവരേണ്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറി. ഞാൻ അവരെയല്ലേ വിളിച്ചത്. അവരെന്താ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഞാൻ അതുകൊണ്ട് LSTD ബന്ധുക്കി കൊടുക്കും. അത് എന്നെ രമേശ് വിളിച്ചു, ഷംസുൽ മിനിസ്റ്റർ വിളിച്ചു, റിവ്യൂ മിനിസ്റ്റർ വിളിച്ചു. അത് അന്വേഷണം സാറിന്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ വെച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് സ്ത്രീ ജനങ്ങളുടെ വേണ്ടി ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. 12 പേരുടെ കണ്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 12 പേരെ ഉള്ളായിരുന്നല്ലോ, 100 പേരില്ലായിരുന്നല്ലോ. സ്ത്രീകളായിരുന്നല്ല, അഭിമാനമുള്ള സ്ത്രീകളായിരുന്നല്ല. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പേരിൽ ഇപ്പൊ FIR ഉണ്ട്. പട്ടി പൂച്ച നായെന്ന് വിളിക്കാൻ സ്ത്രീകളെ കൊണ്ട് വിളിപ്പിക്കുക. പട്ടി പൂച്ച നായ, ഇതാണ് സംസ്കാരം. ഈ പാർട്ടിയുടെ ഈ നേതാക്കന്മാർ ഈ പാർട്ടിയെ കുഴിച്ചു മൂടുകയല്ലേ. CPM ഇനി ഉയരും ആലപ്പുഴയില്. CPM പൊങ്ങത്തില്ല. കാരണം CPM-കാരും എന്നതില്ലിപ്പോ CPM-ന്റെ എന്താ വേഷം ധരിച്ച് നടക്കുന്നത് എന്താ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് ഉറച്ചു പറയുകയും സാറിനെ പോലെ മുതിർന്ന നേതാവിനെ പൊതുവേദിയിലൊക്കെ വെച്ചിട്ട് ഈ അഴിമതിക്കാരൻ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അത് പൊതുസമൂഹം കൂടി എതിർക്കില്ലേ? എന്നെ അഴിമതിക്കാരൻ ആരും വിളിച്ചല്ലോ. പൊതുവേദി വെച്ച് ആരും വിളിച്ചില്ല. ഇന്നലെ പരസ്യമായിട്ടാണ് സാർ നേരത്തെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ മുൻ MLA അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. വാങ്ങിയ പൈസക്കൊക്കെ സാർ കണക്ക് പറയണമെന്നാണ് അയാൾ പരസ്യം കണക്ക് പറഞ്ഞ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താകും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആളാണ്. ഞാനിപ്പോൾ കമ്മ്യൂണിസം ഉണ്ടായിരിക്കും, പക്ഷെ പാർട്ടികൾ പറയില്ല. ഇലക്ഷൻ കാലത്തിൽ ഇരിക്കുന്ന ഫണ്ട് പൊതുജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്നൊരു പൈസയില്ല. അപ്പൊ അണ്ണാക്കിലോട്ട് കൈകളിലിടുക. ഇയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ. അയാൾക്ക് എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി? അയാൾക്ക് വ്യക്തിവൈരാഗ്യത്തിന് ഓരോന്നും വിളി. വ്യക്തിവൈരാഗ്യം അല്ല രാഷ്ട്രീയം. അത് മാർക്സ് ആൻഡ് എംഗൽസ് പഠിക്കാൻ വേണ്ടി പഠിക്കട്ടെ, വിമർശനം ഉണ്ടായി പറയട്ടെ. ഗുണം പിടിക്കില്ല. അമ്പലപ്പുഴയിൽ ആ പുല്ല് കുരുക്കാനേ പോണില്ല കേട്ടോ, ഉറപ്പ്. എന്നോട് പറയാൻ സൗകര്യപ്പെടും. പറയാൻ സൗകര്യപ്പെടും. സംസ്ഥാന സമ്പന്നമായി അല്ല, ആദ്യം നിങ്ങൾ തിരുത്ത്. ഇയാളിങ്ങനെ അവിടെ ആ ഹാരിസ് സംസാരിച്ചവിടെ ഞാൻ നിർത്താതെ സംസാരിച്ചാണ്. നിങ്ങൾ ആദ്യം തിരുത്തണം. നിങ്ങളെ ചോദ്യം ചോദിക്കാം, മറുപടി പറയും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ എന്നോട് പ്രസംഗിക്കുന്നവരെ പറയാന്ന് പറഞ്ഞാൽ അതാരാ? നിന്നേരാൻ MLA ആയതൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. MLA-യുടെ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ ഇവിടെ വന്നു നിന്നിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് പറയുന്ന കാര്യം എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് സംസാരിച്ചത്. അല്ലാതെ ഷാജഹാനോടല്ലേ സംസാരിക്കില്ല. വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു, എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും? ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. അതുകൊണ്ട് കമ്മീഷൻ വെക്കാം. കമ്മീഷൻ വെക്കാം. അല്ല, നിങ്ങൾ വെച്ചോ. ഒരു കാര്യം ഞാൻ പത്രക്കാരോട് പറയുകയാണ്. നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരരുത്. വർഗീയവാദി തന്നെ പറഞ്ഞത്. അടിസ്ഥാനം ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് പറയാം. അതായത് ജി സുധാകരൻ എങ്ങനെയെങ്കിലും പ്രകോപനം ഉണ്ടാക്കുക, എന്തെങ്കിലും വീഴുന്നതിൽ ഒരു ഭാഗം മാത്രം കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് CPM ചെയ്യുന്നത്. എന്നാൽ CPM-ലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്പലപ്പുഴയിലെ ആളുകളെല്ലാം തന്നെ ജി സുധാകരനോടൊപ്പമാണ്. അതാണ് 28,000 വോട്ടിന് അദ്ദേഹം വിജയിക്കാൻ കാരണം. അമ്പലപ്പുഴയിൽ 28,000 വോട്ടിന് ഈ അവസ്ഥയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിജയമാണ്. CPM-ന്റെ അടിത്തറയാണ് ജി സുധാകരൻ ഇളക്കിയിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ആകെ ഹാലിളകിയിരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം തെറിക്കുമോ എന്നുള്ള ഒരു അല്ലാത്ത അവസ്ഥയിലാണ്.
CPM-ൽ നിന്ന് വലിയൊരു ഒഴുക്കാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. BJP-യിലേക്ക് ആണ് ഒഴുക്കുണ്ടാകുമെന്നാണ് കരുതിയിരുന്നെങ്കിൽ അതെല്ലാം മാറി ഇപ്പോൾ ഒഴുക്ക് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് CPM-ൻ്റെ. ഏത് സമയം അത് പൊട്ടിത്തെറിച്ച് പല കഷങ്ങളായി മാറാം. ഈ സന്ദർഭത്തിൽ CPM-ൽ നിന്ന് രക്ഷപ്പെട്ട G. സുധാകരൻ വീണ്ടും MLA ആയി. മാത്രമല്ല അദ്ദേഹമായിരുന്നു പ്രോടൈം സ്പീക്കർ. അദ്ദേഹമാണ് പിണറായി വിജയന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്ദി, നമസ്കാരം.